പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സ്ലീവാകാലം 2-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടം നമുക്കറിയാവുന്നതുപോലെ ഏലിയ മൂശ സ്ലീവ കാലങ്ങളിൽ ഉൾപ്പെടുന്ന ആഴ്ചകളാണ്. ഈ ആഴ്ചയിൽ ഒന്നാമത്തെ വായന എടുത്തിരിക്കുന്നത് നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഒന്നാം വായന വളരെ വ്യക്തമായും കൃത്യമായും ആവർത്തിച്ചു പറയുന്ന ഒരു വലിയ സത്യമാണ്: നാം സ്വന്തമാക്കുന്ന നേട്ടങ്ങൾ ദൈവം നൽകുന്ന ദാനങ്ങളാണ് എന്നത്. നമ്മുടെ യോഗ്യതയോ നമ്മുടെ ഗുണങ്ങളോ നമ്മുടെ കുലമഹിമയോ ഒന്നുമല്ല നമ്മുടെ നേട്ടങ്ങളുടെ കാരണം. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നൽകപ്പെടാത്തതായി നമുക്ക് എന്താണ് ഉള്ളത്? നമ്മുടെ ജീവൻ മുതൽ ഇന്നോളം നാം അനുഭവിച്ചതൊക്കെ ദൈവം നമുക്ക് മറ്റു മനുഷ്യരിലൂടെ നൽകിയ, അല്ലെങ്കിൽ മറ്റ് രീതികളിൽ, വ്യത്യസ്തങ്ങളായ രീതികളിൽ നൽകിയ വസ്തുക്കളാണ്, സ്ഥലങ്ങളാണ്, വ്യക്തിബന്ധങ്ങളാണ്, മറ്റനേകം സംഭവങ്ങളാണ്. ആകയാൽ അഹങ്കരിക്കാതെ എളിമയുള്ളവരായി ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വെറുങ്കയോടെ വന്ന് വെറുങ്കയോടെ തിരിച്ചു പോകുന്നവരാണ് നാം എന്ന ബോധ്യത്തിൽ നമുക്ക് വളരുവാനായിട്ട് പരിശ്രമിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള 2-ാം വായന കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. വചനം പറയുന്നു, 4-ാം വാക്യത്തിൽ വചനം പറയുന്നു: അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതയിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ് എന്ന്. വിശുദ്ധ സ്ലീവ നമുക്ക് കോട്ടയും അഭയവുമാണ്. പിശാചിന് എതിരെയുള്ള കോട്ടയാണ്. കഷ്ടകാലത്ത്, വേദനകളിൽ, സഹനങ്ങളിൽ വിശുദ്ധ സ്ലീവ നമ്മുടെ അഭയമാണ്. സ്ലീവായിലേക്ക് നോക്കി കഷ്ടതകൾ അതിജീവിക്കുവാനും വേദനകൾ സഹിക്കുവാനും സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാനും നമുക്ക് ശക്തി സംഭരിക്കാം. മിശിഹ കുരിശിൽ സഹിച്ച് മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്തു എന്നത് നമുക്ക് പ്രത്യാശ നൽകട്ടെ. കുരിശിൽ എല്ലാം അവസാനിക്കുന്നില്ല. കുരിശ് മരണത്തിന് ശേഷം ഉത്ഥാനമുണ്ട് എന്നത് നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റി. തന്റെ ജനത്തിന്റെ അവമാനം അവിടുന്ന് നീക്കിക്കളയും എന്ന 8-ാം വാക്യത്തിലെ സാന്ത്വനം കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവൻ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അവനിൽ നമുക്ക് വിശ്വസിക്കാം, അവനിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ലേഖന പാഠത്തിലെ ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ കുരിശിന്റെ സന്ദേശം നമുക്ക് ലഭിക്കും. കർത്താവിൽ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ലേഖന പാഠം ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതാകട്ടെ ഈശോയെയും ഈശോയുടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും നാം അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാമ്യപ്പെടുന്നതിനും അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കുമെന്ന് പ്രതീക്ഷയിൽ വളരുന്നതിനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ ഈശോയുടെ സഹനത്തിലും മരണത്തിലും പങ്കുപറ്റി അതിന്റെ ശക്തി കൊണ്ട് പങ്കുപറ്റിക്കൊണ്ട് ഈശോയുടെ കൂടെ ഉത്ഥാനത്തിന്റെ ശക്തി രുചിച്ചറിയണം. എങ്ങനെയാണ് നാം ഈശോയുടെ സഹനത്തിലും മരണത്തിലും പങ്കുപറ്റുക? ഈശോയുടെ സുവിശേഷമായി എന്നുവെച്ചാൽ ഈശോ ചെയ്തതും പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളോട് നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തി ആത്മശോധന ചെയ്യണം. സുവിശേഷവും അഥവാ ദൈവവചനവും നമ്മുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തോട് ചേരാത്ത എല്ലാത്തിനോടും നാം മരിക്കണം. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ അനുതാപം വഴി ഉരിഞ്ഞു മാറ്റണം. ഇപ്രകാരമാണ് നാം ഈശോയോടൊപ്പം മരിക്കുന്നത്. മൂന്നാമതായി, നാം ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. ഈശോയുടെ ജീവിതവും പഠനങ്ങളും അനുസരിച്ചുള്ള സുവിശേഷം മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതം. ഇതാണ് ഈശോയുടെ പുനരുത്ഥാനത്തിലുള്ള പങ്കുപറ്റൽ.
പുതുജീവിതം നയിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സഹനവുമാണ് ഈശോയുടെ സഹനത്തിലുള്ള പങ്കുപറ്റൽ. പുതുജീവിതം ഒരു കുരിശ് യാത്രയാണ്. പക്ഷെ അത് അവസാനിക്കുന്നത് നിത്യമായ സന്തോഷത്തിലാണ്, സ്വർഗീയമായ നിത്യജീവനിലാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ ഇപ്രകാരം ആത്മശോധന ചെയ്ത് പാപത്തോട് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗീയമായ നിത്യസന്തോഷത്തിൽ ഈശോയോട് ഒന്നായിരിക്കുവാൻ ആദ്യം നാം ചെയ്യേണ്ടത് ഈശോയെ അറിയുക, ഈശോയുടെ സുവിശേഷം അറിയുക എന്നതാണ്. ഇക്കാരണത്താലാണ് തന്റെ വംശപാരമ്പര്യവും കുലമഹിമയും ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളും മിശിഹായെ പ്രതി നഷ്ടമായി കരുതി, ഉച്ഛിഷ്ടമായി കരുതി എന്ന് പൗലോസ്ലീഹ പറയുന്നത്. പാപത്തോട് മരിച്ച് പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമാണ് ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ആന്തരികത ഒട്ടുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നത്. അനുതാപവും ദൈവസ്നേഹവും പരസ്നേഹവും ഇല്ലാതെ പരിച്ഛേദനം പോലെയുള്ള ബാഹ്യ ആചാരങ്ങൾ കൊണ്ടോ കുലമഹിമ കൊണ്ടോ പണം കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ പേരുകൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒരാൾക്കും ദൈവത്തോടൊന്നായി ജീവിക്കാനോ നിത്യാനന്ദം സ്വർഗത്തിൽ നേടാനോ സാധ്യമല്ല എന്ന് ലേഖന പാഠത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ വളരെ സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം എടുത്തിരിക്കുന്നത് മത്തായി ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഈ സുവിശേഷ പാഠത്തിലെ പ്രധാന വിഷയം ഈശോയിലുള്ള അടിയുറച്ച വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വസിക്കുന്നവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ഈശോ പറയുന്നു. നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രതിഫലിക്കും എന്നതൊരു സാമാന്യ തത്വമാണ്. വചനം പറയുന്നു, വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന്. വിശ്വാസം നമ്മുടെ ബലഹീനതയിൽ ദൈവത്തെ ആശ്രയിക്കുവാൻ പ്രാപ്തരാക്കുന്നു. നമ്മിൽ തന്നെ ആശ്രയിക്കാതെ, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ, നമ്മുടെ ഗുണമഹിമകളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്നു, പ്രാപ്തരാക്കുന്നു. ദൈവം സർവശക്തനാണെന്നും അവിടത്തേക്ക് എല്ലാം സാധിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പക്ഷം ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ ദൈവത്തിന്റെ ശക്തി നാം നമ്മുടെ ജീവിതത്തിലും കാണും. ആകയാൽ പ്രിയമുള്ളവരെ, ഏലിയാ മൂശ സ്ലീവാ കാലങ്ങൾ, പ്രത്യേകിച്ചും സ്ലീവാ കാലത്തിലെ 2-ാം ആഴ്ചയിൽ കുരിശിന്റെ ശക്തിയിൽ വിശ്വസിക്കുവാൻ, കുരിശ് പ്രതിനിധാനം ചെയ്യുന്ന ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വലിയ യോഗ്യതയിൽ, വലിയ മഹത്വത്തിൽ, വലിയ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെതിരെ പടപൊരുതുവാനും അതുപോലെ തന്നെ അസാധ്യമായത് സാധ്യമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ദൈവമിത്രയച്ചൻ.